ഓരോ വീടും ഒരു വലിയ ഡ്രീമാണ്. അതിന് പിന്നിൽ ഭയങ്കര വലിയ പ്ലാനിങ്സ് ഉണ്ട്. അപ്പോൾ ഈ പ്ലാൻസ് ഒക്കെ നമ്മൾ നേരത്തെ മനസ്സിലിങ്ങനെ കൂട്ടി കൂട്ടി വെച്ചിട്ട് എഴുതിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പോകുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ പോകുന്നവരെ കളിയാക്കാറുണ്ടോ? അങ്ങനെ കളിയാക്കും എന്നുണ്ടെങ്കിൽ ഈ വീട് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഇനി കളിയാക്കാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രം ഉള്ളൂരുള്ളൊരു പ്രോപ്പർട്ടിയിലാണ്. വെൽക്കം ടു ഹോം ടോക്സ്. ദിസ് ഇസ് കൃഷ്ണി. അപ്പോൾ ഈ ഒരു സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്ന വഴുതക്കാടുള്ള ഡിസൈൻ ഡയഗണൽസ് എന്ന ടീമാണ്. അപ്പോൾ അതിൽ റോജി ഇപ്പം നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. യെസ്, വെൽക്കം റോജി. ഹലോ. ഹായ്. അപ്പോൾ എങ്ങനെയാണ് ഈ വർക്കിന്റെ ഒരു ബേസിക് ഡീറ്റെയിൽസ്? ഈ വർക്ക് ആക്ച്വലി നമുക്ക് സൈറ്റ് വരുന്നത് ഉള്ളൂരാണ്. അപ്പോൾ ഉള്ളൂർ നമുക്ക് ഈ സൈറ്റ് വന്നിട്ട് ഒരു 4.9 സെൻസ് ആണുള്ളത്. ലൈക്ക് ലോങ് ആയിട്ടാണ്. നമുക്കൊരു ഏകദേശം റെക്ടാങ്കുലർ ആയിട്ടുള്ള പ്ലോട്ടാണ്. നമ്മൾ ക്ലയൻസുമായിട്ട് കൂടുതൽ സംസാരിച്ചപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലുണ്ടായിരുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത് ലൈക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള 2 യൂണിറ്റുകൾ എന്ന് വെച്ചാൽ ഒരു വീടായിട്ട് ഫംഗ്ഷൻ ചെയ്യുകയും അറ്റ് ദ സെയിം ടൈം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള 2 യൂണിറ്റായിട്ടും ഫംഗ്ഷൻ ചെയ്യണം. അപ്പം അതായിരുന്നു ഇതിൻ്റെ മേജറായിട്ടുള്ളൊരു കൺസ്ട്രെയിൻ. എന്ന് വെച്ചാൽ നമുക്ക് സ്ഥലം കുറവാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് 2 ഇൻഡിപെൻഡൻറ്റ് ഹൗസസിന് വേണ്ടിയുള്ള രീതിയിൽ പ്ലാൻ പ്രിപ്പയർ ചെയ്യണം. അപ്പം ആ രീതിയിലാണ് ലൈക്ക് ഇതിൻ്റെ സ്പേസസ് എല്ലാം നമ്മളിപ്പോൾ അറേഞ്ച് ചെയ്തേക്കുന്നതാണെങ്കിലും ഈ 2 യൂണിറ്റ്സിന് നമ്മൾ ലൈക്ക് പ്രൈവസി ഒരു മെയിൻ കൺസേൺ ആയിട്ട് വരും. കാരണം 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാമിലീസ് വന്ന് താമസിക്കുമ്പോൾ ലൈക്ക് ഫ്യൂച്ചറിൽ ഇവർക്ക് ഇപ്പോൾ റെൻ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അന്നേരം വേറൊരു ഫാമിലി വന്ന് താമസിക്കുമ്പോൾ ഇവർക്ക് പ്രൈവസി ഒരു ബാരിയർ ആവാൻ പാടില്ല. അറ്റ് ദ സെയിം ടൈം ലൈക്ക് ഒരു സിംഗിൾ യൂണിറ്റ് ആണ് ഈ റെസിഡൻസ്. അപ്പം ആ ഒരു രീതിയിലാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇത് എൻ്റെ വർക്ക് പാർട്ട്ണറാണ്. ഇത് ആർക്കിടെക്ട് ജോജി നമ്മുടെ ഡിസൈൻ ആർക്കിടെക്റ്റാണ്. ഇപ്പോൾ പുള്ളി ജൂനിയർ ആർക്കിടെക്റ്റായിട്ട് നമ്മുടെ ഇപ്പോൾ വർക്ക് ചെയ്യുക. ഇതാണ് വിജയൻ ചേട്ടനാണ് ഇപ്പോൾ നമ്മുടെ കോൺട്രാക്ട് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. നമുക്ക് അതെ ഉറപ്പായിട്ടും. ആദ്യം ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിക്കട്ടെ. ഇപ്പം നിങ്ങൾ ഒരു ജനറേഷനാണ്, ഇദ്ദേഹം വേറൊരു ജനറേഷനാണ്. അപ്പം അതിൻ്റെ ഒരു മാച്ച് എങ്ങനെ ഉണ്ടായിരുന്നു? അതെ, അത് ഭയങ്കര നല്ലതാണ് ആക്ച്വലി. കാരണം നമ്മുടെ ഐഡിയാസും പുള്ളിയുടെ ആ ഒരു ലൈക്ക് ടെക്നിക്കൽ നോളജും പുള്ളിയുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഇത്രയും വർഷങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ അത് കാരണം നമുക്കിപ്പം നമ്മുടെ ഒരു ഡിസൈൻ കാര്യങ്ങൾ പുള്ളിക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ലൈക്ക് അത് ചെയ്തെടുക്കാനായിട്ട് പുള്ളി വളരെ അധികം ലൈക്ക് പുള്ളി ഒരു അറ്റംപ്റ്റ് ഇടും. പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തരും. ലൈക്ക് കൺസ്ട്രക്ഷൻ സ്റ്റേജിൽ ഈ വീട് ആക്ച്വലി നമുക്കൊരു 6-7 മന്ത്സിൽ എൻ്റയർ സാധനം കംപ്ലീറ്റ് ആയി. അപ്പോൾ സ്ട്രക്ചറൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 5 മന്ത്സിൽ തന്നെ എല്ലാം ഫിനിഷ് ചെയ്യാൻ പറ്റി. വിജയൻ ചേട്ടൻ ലോറി ബേക്കറിനെ പോലൊരു വലിയ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്, ചില്ലറ പുള്ളിയല്ല. അപ്പം ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ചേട്ടൻ തന്നെ ചോദിക്കാം. ചേട്ടൻ എങ്ങനെയാണ് ഈ ഒരു വീടിൻ്റെ ഒരു ഡിസൈൻ ബേസിക് ആയിട്ടുള്ള ഒരു സാധനം? കാര്യം ഇവര് മറ്റേ മൊത്തത്തിലുള്ള ബാക്കി ആഡിങ്സ് ആണ് ചെയ്തിരിക്കുന്നത്, ചേട്ടനാണ് മറ്റൊരു സ്ട്രക്ചർ ചെയ്തത്. അപ്പൊ എങ്ങനെയായിരുന്നു അത്? പ്ലാൻ വരച്ച് കെട്ടി അതുപോലെ നമ്മൾ അതുപോലെ ചെയ്തു പോയി. ഈ ചേട്ടന്റെ സ്റ്റൈലല്ല പൊതുവേ ഇത്. അപ്പൊ ഇതിലേക്ക് എങ്ങനെ ചേട്ടൻ കോംപ്രമൈസ് ചെയ്തു എന്നുള്ളതാണ്. അതെ, അല്ല പുള്ളി പറയണതും ഇതായിട്ട് നമ്മൾ ഒത്ത് നല്ല രീതിയിലാണ് പറയണതും. നമ്മൾ ലോറി ബേക്കറുടെ കൂടെ 30 വർഷം വർക്ക് ചെയ്ത് പുള്ളിയും നല്ല രീതിയിലാണ്. അപ്പം ഇവര് പറയും പോലെ നമ്മൾ ചെയ്യുക. അപ്പൊ അതില് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അപ്പൊ ആ ഒരു സ്റ്റൈൽ തന്നെ വേണം നിർബന്ധം ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്കും അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇവരൊക്കെ കുറച്ച് ഫ്രഷേഴ്സും കൂടിയാണ്. പക്ഷെ ഭയങ്കര എന്താണ്, സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒത്തിരി ഐഡിയാസും മറ്റേ ഇങ്ങനെ തുളുമ്പി നിൽക്കുന്ന ആ ഒരു ഇതാണ്. അപ്പൊ എങ്ങനെ ഉണ്ടാവും നിങ്ങളുടെ എക്സ്പീരിയൻസ്? ഈ പ്രോജക്റ്റിൽ ലൈക്ക് ഞാൻ റോജിയാണ് ഇത് ഒരുമിച്ച് ചെയ്തത്. ലൈക്ക് മെയിൻ ഡിസൈൻ റോജിയാണ് ചെയ്തത്. അപ്പം
ഇടയ്ക്കിടയ്ക്ക് നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഡൗട്ട്സ് ഒക്കെ ചോദിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ കംപ്ലീറ്റ് വർക്ക് ആദ്യത്തെ കംപ്ലീറ്റ് വർക്കാണ് കംപ്ലീറ്റ് വർക്കാണ് ആദ്യത്തെ ഒരു ഫുൾ വീട് ആയിട്ട് നമുക്ക് കിട്ടിയത് ഫസ്റ്റ് പ്രോജക്റ്റ്. അപ്പോൾ അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി വീടിനുണ്ട് എന്തായാലും. പിന്നെ ഇത് ജോജിയാണ് ഈ വീടിൻ്റെ ലൈക്ക് നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട റീൽസും എല്ലാത്തിൻ്റെ വീഡിയോയും എല്ലാം എടുത്തത് ജോജിയായിരുന്നു. അപ്പം ഇതാണ് ഈ ലിവിങ് സ്പേസ്. ഫസ്റ്റ് കാര്യം, ഈ ഫർണിച്ചർ നിങ്ങളാണോ ഡിസൈൻ? അത് അല്ല, ഫർണിച്ചർ ആക്ച്വലി നമ്മൾ അവർക്ക് റെഫറൻസസ് കൊടുത്തായിരുന്നു, നമ്മൾ ചെയ്യിപ്പിച്ചെടുത്ത. ടോൺസ് ഭയങ്കര നമുക്കിങ്ങനെ എന്താണ് ഭയങ്കര ക്യാച്ചി ആയിട്ടുള്ള ടോണ്. അതെ, നമ്മൾ ആക്ച്വലി ഇവിടെ ഇന്റീരിയേഴ്സിൽ ചെയ്തേക്കുന്നത് കൂടുതലും ഒരു എർത്തി ടോണിലാണ് പോയേക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ന്യൂട്രൽ കളേഴ്സാണ്. ഇപ്പോൾ നമ്മൾ വുഡിൻ്റെ ഷെയ്ഡും അതിൻ്റെ കൂടെ ഒരു ഗ്രേയുടെ ഒരു ഷെയ്ഡ്, അപ്പോൾ അതിൽ കോംപ്ലിമെൻ്റ് ആയിട്ട് വരുന്ന കളറ് ഒലിവ് ഗ്രീൻ്റെ കളറാണ്. അപ്പോൾ ഈ ഒലിവ് ഗ്രീൻ്റെ ഒരു ഷെയ്ഡ് ലൈക്ക് നമ്മൾ കുറേ സ്ഥലത്ത് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഫർണിച്ചേഴ്സിലാണെങ്കിലും നമ്മൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തേക്കുന്ന ടൈൽസിലാണെങ്കിലും ഈ ഒരു ഷെയ്ഡ് വരും. അപ്പം നമുക്ക് ആക്ച്വലി ഇവിടെ നമുക്കൊരു ഷോക്കേസ് യൂണിറ്റ് വേണം, പക്ഷെ അറ്റ് ദ സെയിം ടൈം നമുക്ക് ഒരുപാട് സ്പേസ് കൺസ്യൂം ചെയ്യാനില്ല. നമുക്കൊരു ചെറിയ ലിവിങ് റൂമാണ് ആക്ച്വലി ഇവിടെ ഉള്ളത്. അപ്പോൾ അത് കാരണം നമ്മൾ ലൈക്ക് വോളിൽ തന്നെ ആ ഒരു ഹെഡ് ഹൈറ്റ് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഏരിയയിൽ അതിൻ്റെ ഒരു ലൈക്ക് സ്റ്റോറേജ് സ്പേസും അതിന് മുകളിലൊരു ലോഫ്റ്റ് ഏരിയ, ഇപ്പോൾ അഡീഷണൽ ആയിട്ട് നമുക്ക് ന്യൂസ് പേപ്പർ അങ്ങനെ വരുന്ന സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്യാനൊരു ഏരിയ. ബാക്കി അതെ, ഈ വോൾ ആക്ച്വലി ഒരു പ്രെയർ വോളാണ്. ഒരു പ്രെയർ വോൾ വേണമെന്ന് ക്ലൈൻറ്റ് ഇനിഷ്യലി പറഞ്ഞായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് മിനിമലായിട്ട് നമ്മൾ അവിടെ നമുക്ക് ക്ലാഡിങ് തന്നെ യൂസ് ചെയ്തിട്ട് ഒരു പ്രെയർ വോൾ ചെയ്തിട്ട് ഓപ്പൺ പ്ലാനിലാണ് ഫുള്ള് ചെയ്തേക്കുന്നത്. നമ്മുടെ ലിവിങ്, ഡൈനിങ്, കിച്ചൺ എല്ലാം കണക്റ്റഡ് ആണ്. കാരണം ക്ലൈൻറ്റിന് അങ്ങനെ ഒരു ലൈക്ക് സജഷൻ ഉണ്ടായിരുന്നു. പുള്ളിക്കാരിക്ക് ലൈക്ക് ഇപ്പോൾ കിച്ചണിൽ ഇവർ രണ്ടുപേരും വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ടൈമിൽ ഇവർക്ക് ലിവിങ്ങിൽ പിള്ളേർ നിൽക്കാൻ അവരുമായിട്ട് സംസാരിക്കണം, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റണം, സംസാരിക്കാൻ പറ്റണം. പിന്നെ നമ്മുടെ സ്പേസ് ലൈക്ക് ഏരിയ നമുക്ക് കുറവായതുകൊണ്ട് മാക്സിമം നമ്മൾ ഓപ്പൺ സ്പേസ് കൊടുത്ത് ഒരു വലിപ്പം തോന്നിക്കാനുള്ള രീതിയിൽ. അപ്പോൾ വോൾസ് കുറവായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ ലൈക്ക് വാഷ് കൗണ്ടർ വരുന്നത്. വാഷ് കൗണ്ടർ നമ്മൾ കൗണ്ടർ ടോപ്പായിട്ട് തന്നെ ചെയ്തേക്കുന്നത്. ആ ഒരു ലൈക്ക് ഒരു ആൻറ്റീക് ഫിനിഷ് വരുന്ന രീതിയിലാണ് അതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളും തന്നെ കൊടുത്തേക്കുന്നത്. കിച്ചൺ ആക്ച്വലി ഒരു ഓപ്പൺ കിച്ചൺ ആണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കിച്ചണും സൈഡ് ബൈ സൈഡാണ് വരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ഒരു ബാർ കൗണ്ടറും കൊടുത്തിട്ടുണ്ട്. ഫ്ലൂട്ടഡ് ഗ്ലാസ്സിൽ തന്നെ ചെയ്തേക്കുന്നത് ആ ഒരു ഡിസൈൻ വരുന്നത്. അത്യാവശ്യം സ്പേസ് ഉണ്ട്. അതെ അതെ, കിച്ചൺ നമുക്ക് ഇച്ചിരി വലിപ്പം വേണമെന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പം ഓൾമോസ്റ്റ് നമ്മളൊരു സി ഷേപ്പ് കിച്ചൺ തന്നെയാണ് കൊടുത്തേക്കുന്നത് ഇവിടെ. അതിൽ തന്നെ മോഡുലറായിട്ടുള്ള രീതിയിലാണ്. ഇപ്പോൾ നമുക്ക് ഫിറ്റിങ്സ് ഒക്കെ ആണെങ്കിൽ തന്നെ എല്ലാം ലൈക്ക് സോഫ്റ്റ് ക്ലോസ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ടാൻഡം ബോക്സസ് എല്ലാം കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് ആയിട്ട്. അപ്പോൾ മാക്സിമം സ്റ്റോറേജ് സ്പേസ് യൂട്ടിലൈസ് ചെയ്താൽ കൊടുത്തേക്കുന്നത്. ഇവിടുന്ന് ഇങ്ങനെ ഡൈനിങ്ങും ആ കോർട്ട്യാർഡും അല്ല അങ്ങനെ കണക്ട് ചെയ്തത്. ഒരു ഗാർഡൻ സ്പേസ് ഇപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ കൊടുക്കാനായിട്ട് പാടാണ്. നമുക്ക് ഫ്രണ്ടിൽ ഏരിയ കുറവ്, പാർക്കിങ്ങിനായിട്ടാണ് മാക്സിമം ഏരിയ യൂട്ടിലൈസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു ഗാർഡൻ ഏരിയ നമ്മൾ എപ്പോഴും വീട്ടിനുള്ളിലാണല്ലോ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഇത് കാണാൻ വേണ്ടി എപ്പോഴും പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഒരു മടി കാരണമാണ് ഇപ്പൊ എല്ലാവരും ഇത് ചെയ്യുന്നത്, ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്ലൈഡിങ് ഡോർസ് ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിലൊരു യൂണിറ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയിരിക്കാനോ. അപ്പം അവിടെ നമ്മൾ ആക്ച്വലി സ്റ്റീൽ ഫ്രെയിംസ് വെച്ചിട്ടാണ് ആ ഒരു ക്രിയേറ്റ് ചെയ്തേക്കുന്നത്, ആ ഒരു സെക്യൂർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഡോറ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഫുൾ സ്പേസ് ഒരു ലൈക്ക് കോമൺ സ്പേസ് അവിടെ ഒരു സീറ്റിംഗും കൊടുത്തിട്ടുണ്ട്. അതെ, അവിടെ ഒരു സീറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ പെർഫറേറ്റഡ് ഷീറ്റ് വെച്ചിട്ട് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ ലൈക്ക് മെറ്റലിൻ്റെ മെമ്പേഴ്സ് പോകുന്നുണ്ട്, മുകളിലായിട്ട് ഈ പെർഫറേറ്റഡ് ഷീറ്റാണ് വരുന്നത്. അപ്പം തൊട്ടടുത്തുള്ള അഡ്ജസ്റ്റൻറ്റ് പ്ലോട്ടുമായിട്ട് നമുക്ക് ഡയറക്റ്റ് വ്യൂ വരാൻ പാടില്ല. അപ്പോൾ അതിനായിട്ട് ഈ ക്രീപ്പേഴ്സ് പടർത്തി വിട്ടേക്കുന്നത്. അപ്പോൾ ഇത് ലൈക്ക് ഫുള്ള് ഫില്ലായി കഴിയുമ്പോഴത്തേക്ക് ഇതൊരു ഗ്രീൻ വോളായിട്ട് ആക്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ മേളിൽ ഒരു ബാൽക്കണി ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മേളിൽ നിന്ന് താഴോട്ട് ലൈക്ക് വൈൻസ് പടർത്തി വിടുന്നുണ്ട്. അപ്പം അതും ഒരു ഫുൾ ഫ്ലഡ്ജ് ആകുമ്പോഴത്തേക്ക് മൊത്തത്തിലൊരു ട്രോപ്പിക്കൽ അല്ലെങ്കിൽ ഒരു ഫുൾ ഒരു ഗ്രീനറി ആണ്.
ഡൈനിങ് യൂണിറ്റ് ഹൈലൈറ്റ് ചെയ്യാനും കൂടെ ആയിരിക്കുമല്ലോ ഈ ഒരു മൊറോക്കൻ സ്റ്റൈൽ ടൈലിങ്ങും ഫ്ലോറിങ്ങും അവിടെ ചെയ്തിരിക്കുന്നത്. അതെ, ആ ഒരു നമ്മളിപ്പോൾ ഗ്രേവ് ആയിട്ട് ലൈക്ക് കോൺട്രാസ്റ്റ് നിൽക്കുന്ന ഒരു ഡിസൈനാണ്. ഇത് കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നതാണോ? ഫർണിച്ചേഴ്സ് ആക്ച്വലി ടീക്കിൽ നമ്മൾ റെഫറൻസ് കൊടുത്തിട്ട് ചെയ്യിപ്പിച്ചതാ. ഇത് റാത്തനിൽ ചെയ്ത റാത്തനും ടേക്കിൻ്റെ ഫിനിഷ് വരുന്നത്. ചെയർസ് ഒക്കെ ആക്ച്വലി ബാലിയിൽ നിന്ന് ഇന്തോനേഷ്യയിൽ നിന്ന് വരുന്നത്. ബാലി അല്ല, ഇന്തോനേഷ്യയിൽ ജത്തങ്ങ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേസ് ഉണ്ട്. അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ മാനുഫാക്ചറിങ് കൂടുതലായിട്ടുള്ളത്. അപ്പം അവിടുന്ന് ഫർണിച്ചേഴ്സ് ഒക്കെ ലൈക്ക് ഓൾറെഡി അവിടുന്ന് വരുന്ന സാധനങ്ങളാണ്. അതിൽ ഈ ബെഞ്ചൊക്കെ നമ്മൾ എക്സ്ട്രാ ചെയ്യിപ്പിച്ചത്, കസ്റ്റമൈസ് ചെയ്ത്. അതെ അതെ, അതിൽ ഈ അപ്പോൾസ്റ്ററിങ് കാര്യങ്ങളും എല്ലാം കസ്റ്റമൈസ് ചെയ്ത്. സിമിലർ നമ്മുടെ ലിവിങ്ങിൻ്റെ അതുപോലെ തന്നെ. കിച്ചന്റെ സ്പേസ് ആണ്. അതെ, ആക്ച്വലി ഒരു ചെറിയ റൂമാണ്. നമുക്കിപ്പോൾ ഒരു 3 മീറ്റർ ബൈ 3 മീറ്റർ ആ ഒരു ഏരിയയിലേ ഉള്ളൂ. ഇപ്പോൾ 9 ഫീറ്റ് ബൈ 9 ഫീറ്റ് അത്രേ ഉള്ളൂ ഈ റൂം. അപ്പോൾ ഇതിൽ നമ്മൾ മാക്സിമം ലൈക്ക് ഒരു ബെഡ് എന്തായാലും നമുക്കൊരു ക്യൂൺ സൈസ് ബെഡ് തന്നെ വേണം. അപ്പോൾ ബെഡ് ആ ഒരു ഇതിലാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഇരിക്കുന്ന യൂണിറ്റ് ആണെങ്കിൽ നമുക്ക് ഈ പിള്ളേർ പെട്ടെന്ന് സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർക്ക് ബാഗ് കാര്യങ്ങളൊക്കെ വെക്കാനും ബുക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെക്കാനായിട്ടുള്ളൊരു യൂണിറ്റ്. പിന്നെ ഇവിടുന്ന് ആക്ച്വലി നമുക്ക് സെറ്റ് ബാക്കിൽ വരുന്ന ഏരിയ ഫുള്ള് നമ്മൾ ലാൻഡ്സ്കേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അപ്പുറത്തെ ബിൽഡിങ്ങുമായിട്ട് നല്ലൊരു ബഫറിങ്ങും വരുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ബാംബൂസ് ആണ് വിട്ടേക്കുന്നത്. അപ്പോൾ ബാംബൂസ് നല്ല രീതിയിൽ ഗ്രോ ചെയ്യും, ഫുൾ ഹൈറ്റിൽ പെട്ടെന്ന് ഗ്രോ ചെയ്യും. അതെ അതെ. ഇനി നമുക്ക് മാസ്റ്റർ ബെഡ്റൂം കാണാം. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം, മെയിൻ ബെഡ്റൂമിലോട്ട് വരുന്ന ഏരിയ. ഇവിടെയും ഇങ്ങനെ ഒരു ഡ്യുവൽ ടോണിലാണല്ലേ വാർഡ്രോബ് യൂണിറ്റ്സ്. അതേ ഒരു കളർ തീമിലാണ്. ഓവറോൾ നമ്മൾ ആ ഒരു കളർ തീമിലാണ് പോയിരിക്കുന്നത്. ഗ്രേ ഷെയ്ഡ് പോലെ, ഗ്രേയും വൈറ്റും വുഡിന്റെ ഒരു ഷെയ്ഡുമാണ് ലൈക്ക് വാർഡ്രോബ്സിനെല്ലാം പോയിരിക്കുന്നത്. അതിന്റെ കൂടെ ടീൽ ഗ്രീൻ, ഒലിവ് ഗ്രീൻ ഈ ബെഡ്റൂമിൽ ആക്ച്വലി ഇതിൽ നമ്മളൊരു ഫുൾ വോൾ വാർഡ്രോബ്സ് ചെയ്തേക്കും. അതിൽ ലൈക്ക് സ്ലൈഡിങ് ഡോർസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മാക്സിമം ലൈക്ക് സ്പേസ് അഡീഷണൽ ആയിട്ട് വേണ്ടി വരുമല്ലോ. ഇപ്പോൾ നമ്മൾ ഹിഞ്ചിഡ് ഡോർസ് കൊടുക്കുകയാണെങ്കിൽ ഷട്ടേഴ്സ് തുറക്കുമ്പോൾ നമുക്ക് നിൽക്കാനായിട്ട് ഒരു സ്ഥലത്തിൻ്റെ പ്രശ്നം വരുമല്ലോ. അപ്പോൾ സ്ലൈഡിങ് ആകുമ്പോൾ നമുക്ക് മാക്സിമം ആ ഒരു പ്രശ്നം ഒഴിവാക്കാം. ബേ വിൻഡോ ഒരു നെസസിറ്റി ആയിട്ട് പറഞ്ഞിരുന്നു, അതോ ഒരു രസം അങ്ങനെ കൊടുത്താൽ നല്ലതായിരിക്കും തോന്നിയിട്ടായിരുന്നു? ബേ വിൻഡോ എന്ന് പറഞ്ഞില്ല, പക്ഷേ ലൈക്ക് ഇപ്പോൾ ബെഡ്റൂമിലാണെങ്കിൽ തന്നെ ഇന്ററാക്ഷൻസിന് വേണ്ടി ഒരു സ്പേസ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അതെ അതെ, ചെയർസ് ഒക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ബെഡിൽ തന്നെ ഇരുന്ന് നമ്മൾ ഇന്ററാക്ട് ചെയ്യാതെ ഒരാൾ ബേ വിൻഡോയുടെ സ്പേസിലിരിക്കുന്നു, ഒരാൾ ബെഡിൽ കിടക്കുന്നു, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും. അപ്പോൾ അതിനായിട്ട് കോൺവെർസേഷൻസ് ബിൽഡ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസാണ്. ഈ ഒരു വോള് ഫുള്ള് നമ്മൾ വാർഡ്രോബ് ചെയ്തേക്കുന്നതിൽ തന്നെ ബേ വിൻഡോയുടെ അടിയിൽ നമ്മൾ സ്റ്റോറേജസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട്. ഇതിപ്പം ഒരു ലോണ്ട്രി ബാസ്ക്കറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ തുണികൾ, നനയ്ക്കാനുള്ള തുണികളൊക്കെ അതിലിടാം. ബാക്കി കോട്ട്സ് കാര്യങ്ങളൊക്കെ ഹാങ് ചെയ്യാനുള്ളൊരു സ്പേസ് ഇവിടെ വരുന്നത്. ഇത് മൂന്നും ബാക്കി സ്ലൈഡിങ് ഡോർസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു 3 ഡോർ സ്ലൈഡിങ് ഇവിടെ വരുന്നത്. അതിൽ തന്നെ എൻഡിൽ വരുന്നതിൽ ഒരു ഫുൾ ലെങ്ത് മിറർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ കാണാം. അപ്പോൾ അത് ഈ കോമൺ സ്റ്റെയർ വേ കൂടെ പോകുന്നത്. ഈ യൂണിറ്റിൽ നിന്ന് നമ്മൾ സ്റ്റെയറിലോട്ട് കയറുന്നത്. അല്ല, ഇത് FRP ഡോറാണ് വരുന്നത്. ബെഡ്റൂംസിനും എല്ലാം അങ്ങനെ FRP ആണ് കൊടുത്തിരിക്കുന്നത്. അതെ, ബെഡ്റൂംസിന് നമ്മൾ FRP തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇതാണ് നമ്മുടെ കാർ പോർസിന് വരുന്നത്. ക്ലയന്റിന്റെ ഇനിഷ്യൽ റിക്വയർമെന്റ് തന്നെ ലൈക്ക് 2 യൂണിറ്റ്സ് ആയിട്ടുള്ള രീതിയിൽ വേണം. ഇപ്പൊ നമുക്ക് പ്ലോട്ട് ഏരിയ കുറവാണ്, പക്ഷേ ഇതിൽ തന്നെ നമുക്ക് 2 യൂണിറ്റ് എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു ഇനിഷ്യലി ഉള്ളൊരു കൺസ്ട്രെയിൻ. അപ്പം അതിൽ ഈ 2 യൂണിറ്റ്സിനെ നമ്മൾ ലൈക്ക് വെർട്ടിക്കലായിട്ടാണ് സ്റ്റാക്ക് ചെയ്തേക്കുന്നത്, ലൈക്ക് മേളിലും താഴെയായിട്ട്. അപ്പോൾ അതിനെ കണക്ട് ചെയ്യുന്നത് ഈ ലൈറ്റ് വെല്ലാണ്. ലൈക്ക് ഈ സ്റ്റെയർ ഏരിയ ആണ് 2 യൂണിറ്റിനും കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റെയർ ഏരിയ ഈ 2 യൂണിറ്റിനിലേക്ക് ഒരു കൂളിംഗ് ടവറായിട്ടും ലൈറ്റ് വെല്ലായിട്ടും ആക്ട് ചെയ്യും. അറ്റ് ദ സെയിം ടൈം ഇതിൻ്റെ ആക്സസ് വരുന്നത് ഈ 2 സൈഡിൽ നിന്നാണ്. ഇതിപ്പോൾ നമ്മുടെ താഴത്തെ യൂണിറ്റിൽ നിന്ന് കയറുന്ന ഡോറാണ്. ഇത് നമ്മുടെ കാർ പോർച്ചിൽ നിന്ന് ആക്സസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ഡോർ. അതെ അതെ, നമ്മുടെ ആക്സസ് ചെയ്യുന്നത് ആ സൈഡിലെ ഡോറാണ്. അതെ, ഫ്രണ്ടിൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു ഡോറും പിന്നെ മെയിൻ യൂണിറ്റിലോട്ട് കയറുന്ന ഒരു ഡോറും ആണുള്ളത്. അപ്പം ഇവിടുന്ന് ഇവിടെ കയറുകയാണെങ്കിൽ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കോളിംഗ് ബെല്ലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് മേളിൽ നിന്ന് അവർക്ക് അറിയുകയും വന്ന് തുറക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്യും.
ഇതാണ് നമ്മുടെ ഒരു ഓഫീസ് സ്പേസിലോട്ടുള്ള ഇതിപ്പം നമ്മുടെ ക്ലയന്റ് പുള്ളിക്കാരി ഒരു ടീച്ചറാണ്. അപ്പം ഭാവിയിൽ ലൈക്ക് ട്യൂഷനോ അങ്ങനെ എന്തെങ്കിലും എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ഇതൊരു ഹോം തിയേറ്ററോ അങ്ങനെ എന്തെങ്കിലുമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ ഒരു സ്പേസ് എടുത്തേക്കുന്നത്. നമ്മുടെ കാർ പാർക്കിങ്ങിന്റെ മേളിൽ വരുന്ന ഒരു ഏരിയ. ഇത് വാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ലേ? അതെ, ഇത് ആക്ച്വലി നമുക്ക് ലൈക്ക് ഓപ്പൺ ചെയ്ത് സ്ലൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതൊരു ഫുൾ ഏരിയ ബാൽക്കണി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു സൈഡിൽ ഫുൾ ഒരു ലൈബ്രറി വോളായിട്ടും ബാക്കി ഒരു ഓഫീസ് ഏരിയ ബാൽക്കണി. ഇവിടെയും ഈ ഡോറ് അതെ FRP ഡോറാണ്. FRP ഡോർസ് ആണ്. ഈ ഡോർസ് ആക്ച്വലി നമ്മുടെ വരുന്ന സ്റ്റീൽ ഡോറാണ്. സ്റ്റീൽ ഡോറാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഒരു വുഡ് ഫിനിഷ് വരുന്ന ടൈപ്പ് സ്റ്റീൽ ഡോർസ് ആണ്. ഓ, ഇത് കമ്പാരിറ്റീവ്ലി വെയിറ്റ് കുറവാണ്. വെയിറ്റ് കുറവാണ്. അതെ. അപ്പോൾ ഇതിന്റെ ഒരു സേഫ്റ്റി എങ്ങനെയാണ് സ്റ്റീൽ ഡോർസിന്? എനിക്ക് നമ്മൾ ആദ്യമായിട്ടാണ് സ്റ്റീൽ ഡോർ ഇത് ചെയ്യുന്നത്. സ്റ്റീൽ ഡോറിന് ആക്ച്വലി ഒരു ബുള്ളറ്റ് ലോക്സ് ആണ് കൊടുത്തേക്കുന്നത്. ഇപ്പം നമ്മൾ നോക്കിയാൽ തന്നെ അറിയാം, ഒരു 3 റേഞ്ചിൽ ലോക്സ് വരുന്നുണ്ട്. ഒറ്റ യൂണിറ്റിലാണ് ഒറ്റ യൂണിറ്റിലാണ് വരുന്നത്. നമ്മളിപ്പം ലൈക്ക് അത്യാവശ്യം നല്ല സേഫ് ആണ്. അതെ അതെ, അത്യാവശ്യം നല്ല സേഫ്. എത്ര നമുക്ക് ഇതിന്റെ വാറന്റി ഒക്കെ എങ്ങനെയാണ്? എത്ര കാലം നിന്നോളും? ഇത് സ്റ്റീൽ ആകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് തുരുമ്പെടുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധ്യത അങ്ങനെയൊക്കെ? കാരണം ഇതെല്ലാം ലൈക്ക് ഫാക്ടറിയിൽ നിന്ന് തന്നെ വരുന്ന സാധനങ്ങൾ. അവരിവിടെ വന്ന് മെഷർമെന്റ്സ് എടുത്തിട്ട് അതിനനുസരിച്ച് ഫാക്ടറിയിൽ നിന്ന് പ്രോസസ്സ് ചെയ്ത് വരുന്നത്. ഇത് പിന്നെ ഫ്യൂച്ചറിലേക്ക് റെന്റ് ഔട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടാണല്ലേ? അതെ അതെ. ഇതിപ്പോൾ നമുക്ക് താഴത്തെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ളൊരു ലേഔട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഓപ്പൺ പ്ലാൻ തന്നെ ഇവിടെ വന്നേക്കുന്നത്. ഡൈനിങ് സ്പേസ് ഇവിടെ വരും, ഇവിടെ ലൈക്ക് ലിവിങ് ഏരിയ വരും. അവിടെയും ഒരു ഒറ്റ ബാൽക്കണി ആണോ അത്? അതെ അതെ, അത് ഒറ്റ ഒരു ബാൽക്കണി. ആക്ച്വലി ഈ സ്പേസിന്റെ ഒരു ബാൽക്കണി ആയിട്ടാണ്. നമ്മുടെ താഴത്തെ ബാൽക്കണിയിൽ ലൈക്ക് സെപ്പറേറ്റഡ് ആയിട്ടാണ് ഇവിടെ ബാൽക്കണി വരുന്നത്. ഇതും ഫ്രണ്ടിലോട്ട് വ്യൂ വരുന്ന രീതിയിലുള്ളൊരു ബാൽക്കണി. അത്യാവശ്യം എല്ലാം മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു അതെ അതെ, ഇത് ആക്ച്വലി നമ്മളൊരു അഡീഷണൽ കിച്ചൺ ചെയ്തതാണ്. നമ്മൾ മേളിൽ റെന്റ് ഔട്ട് പർപ്പസിന് കൊടുക്കാനായിട്ട്. ഇത് ആക്ച്വലി മോഡുലാർ കിച്ചൺ തന്നെയാണ്, പക്ഷെ നമ്മൾ അലൂമിനിയത്തിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാം ബേസിക് ആയിട്ടുള്ള കട്ട്ലറി ഡ്രോയേഴ്സും ട്രേസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഗ്യാസിൻ്റെ ഇതും ബാക്കി ഇവിടെ നമ്മൾ ഫ്ലൂട്ടഡ് ഗ്ലാസ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അലൂമിനിയത്തിൻ്റെ കൂടെ ആണെങ്കിൽ പോലും ഫ്ലൂട്ടഡ് ഗ്ലാസ് പ്രൊഫൈൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ആണോ? ഓട്ടോമാറ്റിക് സോഫ്റ്റ് ക്ലോസ് ആയിട്ടുള്ളതാണ്. ബാക്കി ഇവർക്കുള്ള വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും യൂട്ടിലിറ്റീസും ബേസിക്കലി ഒരു ചെറിയ കിച്ചൺ, പക്ഷേ റെന്റൽ പർപ്പസിന് ഓരോ കാര്യങ്ങളെല്ലാം നടക്കും. പിന്നെ നമുക്ക് ഇവിടെ ഉള്ള 2 ബെഡ്റൂംസ് അടുത്തപ്പോൾ സിമിലർ ലേഔട്ടാണ്. ഈ റൂം ക്വീൻ സൈസ് ആണോ? അതിനേക്കാളും ചെറുതാണെന്ന് തോന്നുന്നു അല്ലേ? അല്ല, നമുക്ക് ആക്ച്വലി താഴത്തെ സിമിലർ സൈസിലാണ് വരുന്നത്. നമുക്കിപ്പോൾ ബെഡ്റൂംസ് ഒക്കെ വന്നിട്ട് ഒരു 3 മീറ്റർ ബൈ 3 മീറ്റർ ആ ഒരു സൈസ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വാർഡ്രോബ് സ്പേസ് ചെയ്തിട്ടില്ല ആക്ച്വലി. ഈ ഒരു ഡബിൾ ഹൈറ്റിലെ വിൻഡോ കൊടുത്ത ഫുൾ ലെങ്ത്തിൽ വിൻഡോ കൊടുത്തേക്കുന്നതിന്റെ ഒരു പർപ്പസ് എന്തായിരുന്നു? അത് ആക്ച്വലി ലൈക്ക് ഈ ഒരു റൂം വരുമ്പോഴത്തെ ഒരു കോർണർ സ്പേസിലായിരുന്നു. ഇപ്പൊ നമുക്ക് നോക്കുവാണെങ്കിലും പ്ലോട്ട് അഡ്ജസ്റ്റന്റ് പ്ലോട്ട് അത്യാവശ്യം അടുത്താണ് നിൽക്കുന്നത്. പെട്ടെന്ന് കാണുന്ന വീടാണ് അല്ലേ? അതെ, ആ വീടാണ് ക്ലോസ്ഡ് ആയിട്ട് വരുന്നത്. അപ്പം നാച്ചുറലി ഇവിടെ ലൈറ്റ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു ഫുൾ ഹൈറ്റിൽ വിൻഡോ കൊടുത്താലേ ഈ ഒരു റൂമിൽ നമുക്ക് നാച്ചുറലായിട്ട് ലൈറ്റ് കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് ലൈക്ക് അങ്ങോട്ടിപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് വ്യൂ ഒന്നും വരുന്നില്ല, ജസ്റ്റ് പ്ലെയിൻ വാളാണ് ആ വീടിന്റെ വരുന്നത്. അത് കാരണം ലൈക്ക് പ്രൈവസി കൺസേൺ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഒരു ലൈറ്റിന്റെ കൺസേൺ ഉള്ളതുകൊണ്ട് ഫുൾ ഹൈറ്റിൽ കൊടുത്തേക്കുന്നത്. ബാക്കി എല്ലാ റൂംസിനും എനിക്ക് തോന്നുന്നു ഈ ഡോർസ് തന്നെയാണ് കൊടുത്തത്. അതെ അതെ, FRP ഡോർസ് തന്നെയാണ്. ഇപ്പോൾ FRP ഡോർസ് വരുമ്പോഴത്തേക്ക് നമുക്ക് കോസ്റ്റ് ആക്ച്വലി ഭയങ്കര കുറവാണ്. നമുക്കൊരു ഡോർ ചെയ്തെടുക്കാനായിട്ട് അതിന്റെ സേഫ്റ്റി എങ്ങനെയാണ് ഈ FRP ഡോർസ് നമുക്ക് അത്രയ്ക്ക് സ്ട്രോങ് സാധനമൊന്നുമല്ല. ഇപ്പൊ ഇന്റേണൽ പർപ്പസ് മീറ്റ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം FRP ഡോർസ് ആയതുകൊണ്ട് ഇതിന് തടിയുടെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഇപ്പം ചെതലടിക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇപ്പം എത്ര ലൈക്ക് വെള്ളം നനഞ്ഞാലും ഒന്നും അതിനൊരു പ്രശ്നമില്ല. ഫൈബർ റീൻഫോഴ്സ്ഡ് ആയിട്ടുള്ള ഡോർസ് ആണ്, അപ്പോൾ അതൊരു പ്രോബ്ലം വരുന്നില്ല. ഈ വാഷ് ഏരിയയുടെ മേളിൽ ഒരു ചെറിയ ലൈറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഒരു ലൈറ്റ് കട്ടിങ് ഉണ്ട് അവിടെ. ഈ FRP ഡോർസ് ഒക്കെ ഇങ്ങനെ മെഷർമെന്റ് എടുത്തു കൊടുത്ത് ചെയ്താണോ സ്റ്റാൻഡേർഡ് സൈസിൽ വരുന്നത്? ഇല്ല, ആക്ച്വലി നമ്മുടെ കൺസ്ട്രക്ഷൻ തീർന്ന് പ്ലാസ്റ്ററിങ് വരുന്ന ഒരു സ്റ്റേജിൽ നമ്മൾ അവരെ കോൺടാക്ട് ചെയ്തതാണ്. അപ്പോൾ അന്നേരമുള്ള സൈസ് വെച്ചിട്ട് അതിനനുസരിച്ച് അവർ കസ്റ്റമൈസ് ചെയ്തു. ഈവൻ ഈ ഡോർസ് ആണെങ്കിലും സ്വിച്ചസ് ആണെങ്കിലും നമ്മൾ ആ ഒരു ബ്ലാക്കും വൈറ്റും ആ ഒരു കോമ്പിനേഷനിലാണ് പോയേക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വോളെല്ലാം വൈറ്റ് വരുന്നതുകൊണ്ട് നമ്മുടെ സ്വിച്ചസും ബാക്കി ഡോർസും എല്ലാം ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് പോയേക്കുന്നത്.
ഇത് കുറച്ചുകൂടെ സ്പേഷ്യസ് ആണ് അതെ അതെ, ഇത് ലൈക്ക് ഇവിടുത്തെ ലൈക്ക് ഈ ഫ്ലോറിൽ ഒരു മാസ്റ്റർ ബെഡ്റൂം ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന, ഇവിടെയും ബാൽക്കണി ഇവിടെ ബാൽക്കണി സ്പേസ് ഉണ്ട്. ആക്ച്വലി ഈ ഒരു ഫ്രണ്ടിൽ കാണുന്നത് അതാണ് കാണുന്ന ഒരു ഫസാഡിൽ വരുന്ന മെയിൻ ഒരു വിൻഡോ ഇതാ. അപ്പോൾ ഈ വിൻഡോ നമ്മൾ ആക്ച്വലി കസ്റ്റമൈസ് ചെയ്തത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമുക്ക് ആക്ച്വലി 2 ഓപ്പണിങ്സാണ് വരുന്നത്. അതിൽ തന്നെ ഇപ്പോൾ ഇവിടെ ഈ വോളിലുള്ളൊരു ഓപ്പണിങ്ങിലാണ് ലൈക്ക് ലൈറ്റും കാര്യങ്ങളും എല്ലാം കൂടുതലായിട്ട് വരുന്നത്. പിന്നെ ഈ ബാൽക്കണി അല്ലേ? അതെ, ഇത് നമ്മുടെ മെയിൻ ബാൽക്കണി. ഇതിന് നമ്മൾ UPVCയുടെ തന്നെ ലൈക്ക് സ്ലൈഡിങ് ഡോർസാണ് കൊടുത്തേക്കുന്നത്. നല്ല കാറ്റ്. അതെ, ഈ ബാൽക്കണിയിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി നമ്മുടെ ഫ്രണ്ട് റോഡിനെ ഫേസ് ചെയ്യുന്ന ഒരു ബാൽക്കണിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ലൈക്ക് വൈകിട്ട് വന്നിരിക്കാനും അല്ലെങ്കിൽ നിന്ന് ഫ്രണ്ട് റോഡിൽ നമുക്ക് നോക്കാനും ഒക്കെ ഉള്ളൊരു സ്പേസാണ് ഉള്ളത്. പക്ഷെ അതേ സെയിം ടൈം പ്രൈവസി ഒരു കൺസേൺ ആണ്. ഇപ്പോൾ മെയിൻ റോഡിൽ കൂടെ വരുന്ന ആൾക്കാർ നമ്മളെ എത്രത്തോളം കാണുന്നു, അപ്പോൾ തൊട്ട് ഓപ്പോസിറ്റ് വീടും ഉണ്ട്. അപ്പോൾ ആ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിനെ കസ്റ്റമൈസ് ചെയ്യാനുള്ള രീതിയിലാണ് ഈ ഓപ്പണിങ്സ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ ആക്ച്വലി നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു രീതിയിൽ ഇതിനെ ഓപ്പൺ ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് അത്രയും പ്രൈവസി വേണമെങ്കിൽ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് വെക്കാം. ഇതിപ്പോൾ നമ്മൾ മെറ്റൽ സെക്ഷൻസിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ കൂടെ ഇന്നിപ്പോൾ ഈ വീടിൻ്റെ ഓണേഴ്സ് ഉണ്ട്, ജോമോൻ ആൻഡ് ഗിഫ്റ്റി. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു വീടിൻ്റെ, നിങ്ങൾക്കൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നോ? നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ കുറച്ച് ഉയരത്തിൽ വേണം വീട് എപ്പോഴും. കാരണം വൈകുന്നേരങ്ങളിൽ നമ്മൾ പുറത്തിറങ്ങി നിന്ന് കഴിഞ്ഞാൽ പ്രകൃതിയുടെ എല്ലാ രീതിയിലുള്ള വെട്ടം ഉണ്ടാവണം, അതുപോലെ എയർ ഉണ്ടാവണം, എല്ലാ രീതിയിലുള്ള, അതായത് നമ്മളൊരു റിസോർട്ടിൽ പോയാൽ എങ്ങനെ ഫീൽ ചെയ്യണം അതുപോലെ നമ്മൾ ഡെയിലി വീട്ടിൽ അങ്ങനെ ഒരു ഫീൽ, ഒരു കൂൾ മൈൻഡ് ആയിരിക്കണം എപ്പോഴും വീട്ടിൽ വന്നാൽ. അതുകൊണ്ടാണ് അങ്ങനൊരു, പിന്നെ മിനിമലിസ്റ്റിക് വീടാണ് നമ്മൾ എപ്പോഴും ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലാണ് കൺസ്ട്രക്ഷനും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തേക്കുന്നത്. ചേച്ചി എങ്ങനെയാണ്? ചേച്ചിക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? യൂഷ്വലി നമുക്ക് കിച്ചൺ അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങൾ അങ്ങനത്തെ കൺസേൺസ് പൊതുവേ വീട്ടിലെ സ്ത്രീകളാണല്ലോ പൊതുവേ പറയാറില്ല. അപ്പോൾ ചേച്ചിക്ക് അങ്ങനെ എന്തെങ്കിലും കൺസേൺസോ കാര്യങ്ങളോ? ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും. ആക്ച്വലി നമുക്ക് നമ്മുടെ ഒരു ജീവിതത്തിൽ ഭയങ്കരമായ സ്പീഡിൽ നമ്മൾ ഓടുന്നത്. പെട്ടെന്നൊരു സഡൻ ബ്രേക്ക് കിട്ടിയത് 2020 കോവിഡ് ടൈമിൽ. ആ ടൈമിലാണ് ആക്ച്വലി നമ്മൾ ലൈഫിൽ എന്തെങ്കിലും ആയാലും ഒരിക്കൽ വീട് വെക്കും എന്നൊരു ചിന്ത എവിടെയോ വന്നേ. അപ്പം അത് എല്ലാവർക്കും വീട് നല്ല സ്വപ്നമാണ്, ഡ്രീമാണ്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ തലസ്ഥാന നഗരിയിൽ ഒരു ചെറിയ വസ്തു നമുക്കായി വാങ്ങി വെക്കണം എന്നുള്ളത് ഞങ്ങളുടെയും സ്വപ്നമായിരുന്നു. പക്ഷേ ആ ടൈമിലൊന്നും വീട് അങ്ങനെ ചിന്തയില്ല. പക്ഷേ അന്നേ നമ്മൾ എഴുതി വെച്ചിരുന്നു. ഒരു ചെറിയ ബുക്ക് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ആ ബുക്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകുന്ന കാണുന്നത്, അല്ലെങ്കിൽ എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളൂ. നമുക്കൊരു നല്ല ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി അതിന് വേണ്ടിയിട്ട് ബാക്കപ്പ് ഒരു പ്രിപ്പറേഷൻ ഉണ്ട്. അപ്പം പിന്നീട് വസ്തു വാങ്ങിക്കഴിഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി ഫുൾ ഫ്ലെഷ്ഡ് ആയിട്ട് കുറേ ചാനൽസ്, യൂട്യൂബ് ചാനൽസ് ആയാലും അല്ലാതായാലും വീടിനെ കുറിച്ചുള്ളത് കുറേ കാണുന്നത്, കുറേ മാഗസീൻസ് ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ഞാൻ പിൻ പോയിന്റ് ചെയ്ത് വയ്ക്കും. ഇപ്പം ജോമോൻ്റെ പല ഫ്രണ്ട്സിൻ്റെ വീട് നമ്മൾ കാണാൻ പോയി. റിയാലിറ്റി പറയുവാണെങ്കിൽ നമ്മൾ ആ വായിക്കുന്നതും കാണുന്നതിനും അപ്പുറമാണ് നേരെ ഒരു വീട് പോയി കണ്ട് മനസ്സിലാക്കുമ്പോൾ. അങ്ങനെ കിട്ടിയ കുറേ ഐഡിയാസും എൻ്റെ കയ്യിലുണ്ട്. അത് നമ്മൾ വേറെ രീതി കൺവേർട്ട് ചെയ്തു, ബട്ട് സ്റ്റിൽ ദിസ് ഐഡിയ ഈസ് ദെയർ. അപ്പോൾ അതും ഞാൻ ബുക്കും കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും കളിയാക്കും, ഈ ബുക്കും കൊണ്ടാണ് നടക്കുന്നത്. പക്ഷേ ഞാൻ അതിലെല്ലാം എഴുതി വയ്ക്കാറുണ്ടായിരുന്നു. പിന്നീട് നമ്മളുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ചിന്താഗതികൾ, കുറേ സംഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു വീട് വയ്ക്കുമ്പോൾ കുറേ ചിന്തകൾ വരും. പല ഡയമെൻഷൻസ് ആയിരിക്കും. ഇപ്പോൾ കൊളോണിയൽ ടൈപ്പ് വേണോ, മിനിമലിസ്റ്റിക് ആയിരിക്കണോ, അല്ലെങ്കിൽ ട്രഡീഷണൽ ഫോമാറ്റ് ആണോ, അങ്ങനെ പല ചിന്തകൾ വരും. നമുക്ക് ഏത് വേണം നമുക്ക് ഫൈനലൈസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ എവിടെയോ പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്ന വീട് എന്ന് പറയില്ലേ, അങ്ങനെ ചിന്തകളുണ്ടായിരുന്നു. അപ്പോൾ ഒരു ലാരി ബേക്കർ ടൈപ്പ് വേണം എന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് വിജയൻ ചേട്ടനിലേക്ക് ഞങ്ങൾ എത്തുന്നത് പോലും. അപ്പം ചേട്ടൻ അതിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ എല്ലാം പറഞ്ഞു തന്നു. എൻ്റെ ഇഷ്യൂസ് എന്താവും, അതിൻ്റെ പോസിറ്റീവ് സൈഡ്സും എല്ലാം പറഞ്ഞു തന്നു. പിന്നെ എൻ്റെ ഭയങ്കരമായ ആഗ്രഹത്തിന് പുറത്താണ് നമ്മൾ ഇത് ടൈപ്പ് ഓഫ് ടൈൽസ്, ഈ ഒരു പാറ്റേൺ സെലക്ട് ചെയ്തിരിക്കുക. ഈ പാറ്റേൺ നമ്മളിതിൻ്റെ പുറത്തുണ്ട്. അത് സെലക്ട് ചെയ്യാനുള്ള റീസൺ എൻ്റെ അത്രമേലുള്ള ആഗ്രഹത്തിന് പുറത്താണ്. പിന്നീട് ഇതിന് കളർഫുൾ മൊമെന്റ്സ് നൽകുന്നതൊക്കെ റോജിയാണ്. കാരണം നമുക്ക് ചിന്തകളേ ഉള്ളൂ, നമ്മളല്ലേ, ഭയങ്കരമായ ചിന്തകളായിരിക്കും. അതിനെ നമ്മുടെ പരിധിക്കുള്ളിൽ എത്തിക്കണമെങ്കിൽ ആർക്കിടെക്ട് ഷുഡ് ബി ദെയർ. അതിന് റോജിയാണ് കംപ്ലീറ്റ്ലി നമ്മുടെ കൂടെ നടന്ന് ഇതെല്ലാം ക്ലിയർ ചെയ്ത് കറക്റ്റ് ആക്കിയത്. പാറ്റേൺസ് ആയാലും കളേഴ്സ് ആയിരിക്കും, ഒരു വീടിന് ഏത് ടൈപ്പ് ഓഫ് ഡിസൈൻ ആയിരിക്കണം, ഏത് ടൈപ്പ് ഓഫ് കളർ കോംബോ വെക്കണം. പിന്നെ എൻ്റെ ഓപ്പൺ കിച്ചൺ എൻ്റെ നിർബന്ധമായിരുന്നു. അത് വേറൊന്നുമല്ല, ഞാൻ എവിടെ നിന്ന് വിളിച്ചാലും വീട്ടിലുള്ളൊരു വിളി കേൾക്കണം. നമ്മളിങ്ങനെ ഉറക്കനെ വിളിച്ച് വയ്യ. സോ ഓപ്പൺ കിച്ചൺ ആയത് കാരണം ഈ എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കാൻ പറ്റും. അങ്ങനെ കുറെ ചിന്തകളുടെ എല്ലാം കൂടെ ഒരു ആകത്തുകയാണ്. ചേട്ടനെക്കാളും കൂടുതൽ ഐഡിയാസും കൺസേൺസും കൂടുതൽ കാര്യങ്ങളും ഒരുപടി മുന്നേ ചിന്തിച്ച ചേച്ചിയാണെന്നാണ് തോന്നുന്നത്.
ഇതാണ് നമ്മുടെ ഈ ഒരു ഫുൾ ഫാമിലി. ഇത് ഹെലൻ, അതുപോലെ ജോമൻ ചേട്ടൻ ഒരു മീഡിയ പ്രൊഫഷണലാണ്. ചേച്ചി ഗിഫ്റ്റി ചേച്ചി തുമ്പ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. അദ്ദേഹമാണ് മോൻ ഫെലിക്സ്, അദ്ദേഹം VIP ആണ്. പിന്നെ നമ്മുടെ 2 ഡിസൈനേഴ്സ് കം ആർക്കിടെക്ട്സ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇങ്ങനെ ഈ നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്ത് ഓരോ കാര്യങ്ങളും പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതിക്കൊണ്ട് നടക്കുന്നവരെ കളിയാക്കരുതെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എല്ലാവരും ഇപ്പോൾ യൂട്യൂബും ഗൂഗിൾ ചെയ്തും പിൻട്രസ്റ്റ് ഒക്കെ നോക്കിയിട്ടാണ് എല്ലാ സെലക്ഷൻസും ഒക്കെ എടുക്കുന്നത്. അപ്പം ഒരുപാട് കൺസെപ്റ്റ്സും മറ്റേ എന്താണ് പ്ലാൻസും ഐഡിയാസും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ജോമൻ ചേട്ടൻ പറഞ്ഞ പോലെ ഒരു റിസോർട്ടിൽ കയറുന്ന ഫീൽ ഉണ്ടാവണം. ചേച്ചി പറഞ്ഞ പോലെ ഈ കിച്ചണിൽ നിൽക്കുമ്പം എല്ലാവരുമായിട്ട് ആക്സസ് വേണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൂടെ ഇൻകോർപ്പറേറ്റ് തന്നെയാണ് ഡിസൈൻ ഡയഗ്നൽസ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായ ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.